പുതിയൊരു അതിഥിയുമായി വിഷ്ണുവും ജോസഫും റെഡിയാണ്. ആരാണ് ഇത്തവണ കൂടെയുള്ളത്? ഇപ്പോൾ നമുക്ക് പാലക്കാട് ജില്ലയിൽ നിന്നുള്ള ഒരു കലാകാരിയാണ്. നമുക്ക് അതിലേക്ക് ഏറെ ഇഷ്ടപ്പെടും. പാലക്കാട് ജില്ലയിൽ നിന്നാണെന്ന് പറയുന്നത്. അതെ, സ്വന്തം നാടാണെന്ന് പറഞ്ഞ് നേരത്തെ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ പക്ഷപാതത്തിന്റെ ആവശ്യമൊന്നുമില്ല. അതിനേക്കാൾ മികച്ച പെർഫോമൻസ് തന്നെയാണ് ഇവർ കാഴ്ചവെക്കുന്നത്. ആരും സൈഡ് പിടിക്കേണ്ട, എല്ലായിടത്തും നല്ല പെർഫോമൻസ് ഉണ്ട്. അപ്പോ പാലക്കാട് എന്നുള്ള പാലക്കാടൻ ചൂടാണോ അനന്തപുരിയിലെ ചൂടാണോ വലിയ ചൂടെന്ന് ആദ്യം ചോദിക്കാം അല്ലെ? അതെ ഇവിടത്തെ ചൂടിന്റെ പാലക്കാടൻ ചൂടിനെ തോൽപ്പിച്ചിരിക്കുകയാണ് അനന്തപുരിയിലെ ഈ ചൂട്. കലോത്സവ ചൂട് ഈ കാലാവസ്ഥയിൽ ചുട്ടുകൊള്ളുന്ന മണ്ണിൽ നിന്ന് ഒരു നൃത്തം ചെയ്യുന്നു. അത് ഭയങ്കര ഒരു ഡെഡിക്കേഷൻ തന്നെയാണ് കേട്ടോ. അപ്പൊ നമുക്ക് നമ്മളുടെ പേരെന്താണ്? നിയ. അപ്പൊ പാലക്കാട് നിന്നാണ് വരുന്നത്. സ്കൂളിന്റെ പേരെന്ന് പറയും? GMM GHS പാലക്കാട്. അപ്പൊ സ്കൂളിന്റെ കൂടി അഭിമാനമാകുന്ന ഒരു പെർഫോമൻസ് തന്നെയാണ്. അപ്പൊ അത് നമുക്ക് എന്തായാലും കണ്ടു നോക്കാം. കേരള വിഷന്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ഇച്ചിരി നേരം. ശരി, അതിനുശേഷം കൂടുതൽ വിശേഷങ്ങൾ കണ്ടു. വിഷ്ണു, എന്തെങ്കിലും പറയാനുണ്ടോ പെർഫോമൻസിനെ കുറിച്ച്? ഒന്നും പറയുന്നില്ല, കാരണം നമ്മൾ എല്ലാവരോടും പറയുന്നത് തന്നെ പറയാനുള്ളൂ. അടിപൊളിയായിട്ടുണ്ട്. എ ഗ്രേഡ് പെർഫോമൻസ് സത്യം. അത് പാലക്കാട് നിന്നും കലാകാരെത്തുമ്പോ അതിന്റെ ആ ക്വാളിറ്റി ഇവിടെ കാണുന്നുണ്ട്. എല്ലായിടത്തും ഇവിടത്തെ ചൂട് കൂടുതലാണെങ്കിലും പെർഫോമൻസ് പാലക്കാട് കൂടുതലാണ്. വിഷ്ണു, ആ ടോപ്പ്